ഇനി പൂജ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പൂജ എടുക്കുന്നത് ഇന്ന് 2 ദിവസം കഴിഞ്ഞ്. ഇന്നാണ് നമ്മൾ പൂജ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ്. ഇന്ന് ഒക്ടോബറാണ്. ഒക്ടോബർ 2-ാം തീയതി ആ സമയത്താണ് നമ്മൾ പൂജ എടുക്കുന്നത്. പൂജ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നേ ദിവസം രാവിലെ, അതായത് സൂര്യപ്രകാശം പരക്കുന്നതിന് മുമ്പ്, സൂര്യൻ ഉദിച്ചു അത് കഴിഞ്ഞ് സൂര്യപ്രകാശം പരക്കുന്നതിന് മുമ്പ് ഒരു 6:00-ക്കുള്ളിൽ ഏകദേശം വിളക്കൊക്കെ കത്തിച്ച്, സരസ്വതി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പം എന്ന് പറയുന്നത് അരളി പുഷ്പമാണ്. അരളി പുഷ്പം നിവേദിക്കുകയാണ് ഏറ്റവും ഉചിതം. അത് നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് നല്ല നമ്മുടെ പരിസരത്തുള്ള തുളസിയോ മുല്ലപ്പൂവോ അങ്ങനെ ഏതെങ്കിലും വെച്ച് നമ്മൾ പ്രാർത്ഥിച്ച് അരിയിൽ ഓം ഹരിശ്രീ ഗണപതായേ നമ എന്ന് എഴുതുക. അതുകൂടാതെ സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുക. സരസ്വതി മന്ത്രം അറിയാമെങ്കിൽ ചൊല്ലുക. അതുപോലെ നമ്മൾ ബുക്കും പേനയും പുസ്തകങ്ങളും എടുക്കാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് നമ്മളവിടെ ഇരുന്നൊന്ന് വായിക്കുക. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒന്ന് വായിക്കുക. എഴുതുന്ന മേഖലകളിൽ ഓഫീസേഴ്സൊക്കെ ആണെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതുക. അതുപോലെ പാട്ട് പാടാൻ അറിയുന്ന, അതായത് ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ, അവരൊന്ന് പാട്ട് പാടി സരസ്വതി മന്ത്രങ്ങൾ ചൊല്ലുക, അല്ലെങ്കിൽ ദേവിയെ സ്തുതിച്ചുള്ള ഗാനങ്ങൾ പാടുക. അതുപോലെ നൃത്തങ്ങൾ അറിയാവുന്നവരോ, അതുപോലെ ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് അന്നേ ദിവസം ദൈവം അനുഗ്രഹിക്കുമെന്നാണ് നമ്മൾ പറയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പൂജ എടുക്കേണ്ട. ആ ടൈം ഇങ്ങനെയാണ് പൂജ എടുപ്പ്.